ഇതുപോലൊരു ക്യാൻ ഉപയോഗിച്ച് തുടങ്ങിയ വർക്കാണ്. അത് ഞാൻ ഫൈനലി ഇങ്ങനെ കൊണ്ടെത്തിച്ചു. ഇതെങ്ങനെ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഒരു ആഡ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ പോസ്റ്റർ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്തൊക്കെ ടൂളുകൾ, എന്തൊക്കെ കാര്യങ്ങൾക്ക്, എന്തൊക്കെ ഓപ്ഷൻസ് ഇതിനകത്ത് ഞാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഉണ്ടാക്കുന്ന പോസ്റ്ററിൻ്റെ മികവോ അതിൻ്റെ ഭംഗിയോ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഞാൻ അതൊക്കെ ചെയ്യാനായിട്ട് എന്തൊക്കെ ടൂളുകളാണ്, ഏതൊക്കെ രീതികളാണ് ഞാൻ ഉപയോഗിക്കുന്നത്, സ്വീകരിക്കുന്നത് എന്നുള്ളത് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. Ctrl+N അടിച്ച് നമ്മളൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. ഞാൻ ഇവിടെ ഓൾറെഡി ഒരു ക്യാൻവാസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 ഇഞ്ചിൻ്റെ ഒരു സ്ക്വയർ സാധനമാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. റെസൊല്യൂഷൻ 300 കൊടുത്തിട്ടുണ്ട്. RGB കളർ ഇതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കുക. എന്നിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മളൊരു സംഭവം ക്രിയേറ്റ് ചെയ്തൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മളുടെ പരിപാടി. അത്രയും കുറച്ച് ഫോട്ടോസ് ഞാനിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് വേണമെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ എൻ്റെ കയ്യിലുള്ള പെപ്സിയുടെ ഒരു ആഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പെപ്സിയുടെ നോർമൽ ഒരു ക്യാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എനിക്കിപ്പോൾ ഇതിൽ കുറച്ച് വാട്ടർ ഡ്രോപ്സൊക്കെ അവിടെ ആയിട്ടൊക്കെ പറ്റി ഇരിക്കുന്ന ഒരു എഫക്റ്റ് എനിക്ക് വേണം. അങ്ങനെയുള്ള സാധനങ്ങൾ ഓൺലൈനിൽ കിട്ടും, സിമ്പിളായിട്ട് കിട്ടും, ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഞാൻ അങ്ങനെ കാണിക്കാത്തത് നിങ്ങളുടെ കയ്യിലൊരു യുണീക്കായിട്ടുള്ള ഓൺലൈൻ ഇല്ലാത്ത ഒരു പുതിയ പ്രോഡക്റ്റ് നിങ്ങളുടെ കിട്ടുകയാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ചിൽഡായിട്ടുള്ള എഫക്റ്റ് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ നോർമൽ ഒരു പെപ്സിയുടെ ക്യാൻ എടുത്തത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിനാരെ സഹായം മേടിക്കാൻ പോവാണ്? നമ്മുടെ സ്വന്തം ChatGPT. അതിനകത്ത് കയറുക. എന്നിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പെപ്സിയുടെയോ എന്തിൻ്റെയാണോ ക്യാൻ അതങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അവനോട് പറയുക, ആഡ് ചിൽഡ് വാട്ടർ ഡ്രോപ്സ് എഫക്റ്റ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നിങ്ങൾക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാലും ഒരു വിഷയമില്ല. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കും. എന്തെങ്കിലും മനസ്സിലാക്കാതെ വേറെ വല്ലതും ചെയ്തു തന്നാൽ അത് മനസ്സിലാവുന്ന രീതിയിൽ വീണ്ടും ഒരു പ്രോംപ്റ്റ് കൊടുത്ത് അണ്ണൻ ശരിയാക്കി തരും അത്. ഓക്കെ, അതുകൊണ്ട് അണ്ണ ഈ കാര്യത്തിലൊക്കെ പുലിയാണ്. ഞാൻ ഇനിയിപ്പോൾ ഫുള്ള് പ്രോംപ്റ്റ് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അണ്ണ എനിക്കൊരു പോസ്റ്റർ തന്നെ ശരിയാക്കി തരും. പക്ഷെ നമുക്കതല്ലല്ലോ, നമുക്ക് ഫോട്ടോഷോപ്പിലല്ലേ വേണ്ടത്. ഓക്കെ, നമുക്ക് എന്തൊക്കെയായാലും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആഡ് ചിൽഡ് വാട്ടർ ഡ്രോപ്സ് എഫക്റ്റ് എന്ന് മാത്രം കൊടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കാം അണ്ണ എന്താ തരുന്നതെന്ന് നമുക്ക് നോക്കാം. ഓൾറെഡി ഞാൻ നോക്കി കേട്ടോ, എനിക്ക് സാധനം കിട്ടിയായിരുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി കാണിക്കുന്നുള്ളൂ കേട്ടോ. ഇതിവിടെ എണ്ണം ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നോക്കാം, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. മോനെ, നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ ചിക്കൻ ഫ്രൈ റെഡി ആവുന്നതാണ് ഞാൻ പറയുന്നത്. ഓക്കേ, ഇതാ വരുന്നു നമ്മുടെ ചിൽഡായിട്ടുള്ള നല്ല കൂളായിട്ടിരിക്കുന്ന നമ്മുടെ കൂളായിട്ടുള്ള പെപ്സിയുടെ ക്യാൻ ഇവിടെ റെഡിയാണ്. ഇതേ കിടക്കുന്നു നമ്മുടെ ചിൽഡായിട്ടുള്ള സാധനം. ഇതാ ഇവിടെ ഉണ്ട്. ഓക്കെ, അത് പഠിക്കട്ടെ ഫസ്റ്റ്. അപ്പം നമ്മൾ ഇനി ഇതിനെ വലിച്ചിങ്ങനെ ഫോട്ടോഷോപ്പിലോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വിടുന്നില്ല, നമ്മൾ ഇവിടെ വിടുവാണ്. ഇവിടെ വിട്ട് ഇവിടെ കിടക്കട്ടെ. നമുക്ക് ഇവനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റണമെന്ന് നോക്കാം. അല്ലെങ്കിൽ അതും ChatGPT എടുത്ത് തന്നെ പറയാം കേട്ടോ. ഇല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റും. അത് നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇവനെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം അല്ലേ. കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പകുതി പണി അങ്ങ് ഒഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം നമുക്കൊന്ന് ഈ സെലക്ഷൻ ടൂൾ എടുക്കാം. അതായത് ക്വിക്ക് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് നമുക്കൊന്ന് ഇതിനെ പിടിച്ചു പോകാം, കിട്ടുമോ നോക്കാം. അല്ലെങ്കിൽ ഇവിടെ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂളുണ്ട്. ഈ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂളിൽ കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ അതിൽ കാണിച്ചു തരും അതിൻ്റെ പരിപാടി എന്താണെന്നുള്ളത്. കണ്ടോ, കൊണ്ട് വയ്ക്കുമ്പോൾ തന്നെ ആ ഓരോ ഇതിനെയും സെലക്ട് ചെയ്യാനുള്ള കഴിവ് ഇവനുണ്ടെന്നാണ് പറയുന്നത്. നമുക്കൊന്ന് വെച്ച് നോക്കാം. കണ്ടോ, സെലക്ട് ചെയ്യുന്നത് കണ്ടോ. പക്ഷേ അതിൻ്റെ ഔട്ടർ ലെയർ എത്രമാത്രം ഇവർ സെലക്ട് ചെയ്ത് തരും എന്നുള്ളത് അത്ര പോരാ. നോക്കാം, ഞാൻ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. എഡ്ജസ് എത്രമാത്രം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. കണ്ടോ, നമുക്ക് ഈ സൈഡിലത്തെ ക്രിസ്റ്റൽ വേണ്ട കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം പിന്നീട്. അപ്പോൾ ഇവൻ ചെയ്യുന്ന അത്ര പെർഫെക്ഷൻ ഇല്ല കേട്ടോ. അപ്പോൾ ഈ കീ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒറ്റ സിംഗിൾ കളർ വരുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അല്ല, ഇതിപ്പോൾ
വൈറ്റുമായിട്ട് മിക്സായി കിടക്കുവാണ് ഈ സൈഡുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു കറക്റ്റ് ഒബ്ജക്റ്റ് ടൂൾ വെച്ച് പറ്റില്ല. ഇനി നമ്മുടെ പെൻ ടൂൾ ഞെക്കി കഴിഞ്ഞാൽ അതായത് ഇവിടെ പെൻ ടൂൾ കിടപ്പുണ്ട്. പെൻ ടൂൾ എടുത്തുകൊണ്ട് വരാം. കുറേ പെൻ ടൂളുണ്ട്. പെൻ ടൂളിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കാണും, നിങ്ങളവിടെ പോവുക. അപ്പോൾ പെൻ ടൂൾ നമ്മൾ എടുക്കുന്നു. നമുക്ക് ഈ സൈഡിലത്തെ ക്രിസ്റ്റലിൻ്റെ അതിൻ്റെ ആവശ്യമില്ല, അത് വേണ്ട, നമുക്കത് കട്ട് ചെയ്ത് കളയാം. നമുക്ക് വേണമെങ്കിൽ അത് റൗണ്ട് ചെയ്തെടുക്കാൻ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ സൂം ചെയ്യാൻ അറിയാലോ. ആൾട്ട് ഞെക്കി പിടിച്ചിട്ട് മൗസ് സ്ക്രോൾ ചെയ്താൽ മതി. എൻ്റെ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. സ്ക്രോൾ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂം ആവും. ഓക്കെ, എന്നിട്ട് മാക്സിമം ഞാൻ സൂം ചെയ്ത് വയ്ക്കും. എന്നിട്ട് അപ്പോൾ നമുക്ക് ആ ഷെയ്ഡ് കിട്ടും. ഇതിൽ നിങ്ങൾ മാക്സിമം സൂം ചെയ്തിട്ട് ഈ ലൈറ്റ് ഷെയ്ഡ് കളഞ്ഞിട്ടങ്ങ് എടുക്കണം. അത് കണ്ടോ ഈ ഭയങ്കര ലൈറ്റായിട്ടുള്ള ഷെയ്ഡ് കളഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ കൊണ്ടുവരണം. വേണ്ട, അതെടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടും. അതായത് തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ഈ ഒരു ഇതങ്ങ് കളയണം. സ്ട്രെയിറ്റ് ലൈൻസ് കിട്ടിയാൽ ഭയങ്കര എളുപ്പമാണ്. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ലൈനായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ വരച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഇസഡ് അടിച്ച് പുറകോട്ട് പോവാം. ആദ്യം ഒരു കുത്തിട്ട ശേഷം സ്ട്രെയിറ്റ് ലൈനാണെന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, ഇവിടെ വരെ സ്ട്രെയിറ്റ് ആണ്. ഇത് ഇവിടെ ഒരു കുത്തുക. ഇത് സ്ട്രെയിറ്റ് ഒന്നാണ്ടോ. എന്നിട്ട് അടുത്ത ഇവിടെ കുത്തുക. ഇത് സ്ട്രെയിറ്റ് വന്നോളൂ. ഓക്കെ, നമ്മൾ ഒരുവിധം സെലക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചൊക്കെ നമ്മൾ അവിടെ ഇവിടെയായിട്ടൊക്കെ ഈ വെള്ളത്തിൻ്റെ തുള്ളികളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാം സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി പെർഫെക്ഷൻ നമുക്ക് പിന്നീട് നോക്കാം. ഇനി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാക് സെലക്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് 0 കൊടുക്കുക. കറക്റ്റ് എഡ്ജ് കിട്ടണമെങ്കിൽ 0 തന്നെ കൊടുക്കണം. ചെറിയൊരു സ്മൂത്ത് എഡ്ജിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 0.5 ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 0.2 കൊടുത്തിട്ട് ചുമ്മാ വെറുതെ കൊടുത്തു എന്നേ ഉള്ളൂ. 0.2 കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊരു സെലക്ഷനായി. ഇനി നമുക്ക് മാസ്കിൽ ഞെക്കണം. നിങ്ങൾ ഒരിക്കലും ഇത് കൺട്രോൾ ജെ അടിച്ച് കോപ്പി ഒന്നും എടുക്കാൻ നിൽക്കരുത്. ജസ്റ്റ് മാസ്കിൽ ക്ലിക്ക് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാഞ്ഞു പോയിക്കോളും. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളത്തിൻ്റെ തുള്ളി വേണ്ട അങ്ങനെയാണെങ്കിൽ ഫോർഗ്രൗണ്ട് കളർ തിരിച്ചങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇവിടെ ബ്ലാക്ക് വരുന്ന രീതിയിൽ കളറാക്കിയതിന് ശേഷം ഒന്നുകൂടി ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ കണ്ടോ അതങ്ങ് പൊക്കോളും. കണ്ടോ ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാസ്കേ പറ്റൂ. അപ്പോൾ മാസ്ക് ആക്കി വയ്ക്കുക. എന്നിട്ട് ഇവനെ നമ്മൾ പയ്യെ പൊക്കിക്കൊണ്ട് വന്ന് ഇവിടെ സേഫ് ആക്കുവാണ്. ഇവിടെ അങ്ങിടുവാണ്. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് സേവ് ചെയ്യാൻ പോവാണ് കേട്ടോ. പെപ്സിയുടെ അകത്ത് തന്നെ സേവ് ചെയ്യാം. പെപ്സി എന്നടിച്ച് ഇവനെ നമ്മൾ PST ആയിട്ട് സേവ് ചെയ്തിടാൻ പോവുകയാണ്. ഇനി നമുക്ക് പണി തുടങ്ങാം. ഇത് നമ്മളിങ്ങനെ വലുതാക്കി വയ്ക്കുകയാണ്. ബാക്കിൽ കളർ മാറുമ്പോഴേ നമ്മൾ കട്ട് ചെയ്തെടുത്ത് എത്ര പെർഫെക്റ്റ് ആണെന്ന് മനസ്സിലാവും. ഇപ്പോൾ വൈറ്റല്ലേ കിടക്കുന്നത്. ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് Ctrl+U അടിക്കുക. എന്നിട്ട് ലൈറ്റ്നെസ് ഇങ്ങനെ കുറയ്ക്കാം. എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കുറയ്ക്കുന്നുള്ളൂ. മോനെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കൊള്ളാം കേട്ടോ. വലിയ വൃത്തിയിടൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഐസ് ക്യൂബ് അടുക്കാൻ പോവുകയാണ് നമ്മൾ കേട്ടോ. ഇവിടെ 2 ഐസ് ക്യൂബുകൾ ഞാൻ വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇതിൽ നിന്ന് ഇതൊരെണ്ണം എടുക്കാം. ഇതൊരെണ്ണം എടുത്തിട്ട് വെളിയിൽ പട്ടി കുരയ്ക്കുന്ന സൗണ്ടുണ്ട്. ശല്യമാവുമെന്ന് അറിയത്തില്ല. ഞാൻ നോക്കട്ടെ. പറ്റുമെങ്കിൽ ഞാൻ കട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. ഇവിടെ കൊണ്ടൊന്ന് വലിച്ചിട്ടു. അപ്പോൾ ഇത് ഒരു ബ്ലാക്ക് ബാക്കിലുണ്ടല്ലേ. അപ്പോൾ ഇത് കളയാൻ എളുപ്പമാണ്. ഒന്നുമില്ല, നമ്മൾ എറൈസർ ടൂൾ എടുക്കുക. വേറെയും പരിപാടിയുണ്ട്. ഈ സ്ക്രീൻ എടുക്കുക. സ്ക്രീൻ ചെയ്താലും മതി കേട്ടോ. ഇത് ഇവിടെ ഉണ്ട്. നമ്മൾ ബ്ലെൻഡിങ് ഓപ്ഷനിൽ വന്നിട്ട് സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാലും ഈ സാധനം ബാക്ക്ഗ്രൗണ്ട് പോകും. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ഒബ്ജക്റ്റിൽ കയറുമ്പോൾ ഈ സ്ക്രീൻ ചെയ്തത് ലൈറ്റ് ഒരുമാതിരി വരും. അത്രയും നിങ്ങൾ ഡീപ്പായിട്ടൊന്നും പോകണ്ട. അത് സിമ്പിളായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എറൈസർ ടൂളിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ കണ്ടോ ഈ മാജിക് എറൈസർ ടൂളിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് കറുപ്പിൽ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധനം പമ്പരം നമുക്ക് പോയിക്കോളും. സാധനം പോയി. അപ്പോൾ നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഞാൻ മൊത്തം ഇവിടെ ഒന്ന് എൻ്റെ ഇഷ്ടത്തിന് ഇവിടെ ഒന്ന് അടുക്കട്ടെ. Ctrl+J അടിക്കുക. ഇങ്ങനെ അടുക്കുക. അടുക്കുമ്പോൾ ചെറിയ ഷേപ്പ് വ്യത്യാസങ്ങൾ ഇങ്ങനെ വരുത്തണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം ഒരുമാതിരി ഇരിക്കും.
എല്ലാം ഒരു യുണീക്നെസ് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഷേപ്പ് മാറ്റുക. ഇതിനെ എന്നിട്ട് തലയും കുത്തി ഇങ്ങനെ കിടക്കുന്ന കണക്കാക്കാം, എങ്ങനെ വേണോ നിങ്ങൾക്ക് ആക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഫുള്ളൊന്ന് അടുക്കിയിട്ട് വരാം. സോറി, ഇതൊന്ന് ഫുൾ അടുക്കിയിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം കൂടി അടുക്കി പറക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇവിടെ. അതെ, ഇതെല്ലാം കൂടി ഇനി ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക, എന്നിട്ട് എല്ലാം കൂടി സെലക്ട് ചെയ്ത് Ctrl+G അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രൂപ്പാവും. ഈ ഗ്രൂപ്പ് ഇവിടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സാധനമെല്ലാം കാണാം. ഇപ്പോൾ ഒരു ഗ്രൂപ്പാവും, കണ്ടോ? അപ്പോൾ എന്ത് മാറ്റങ്ങളും ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. ഇതിവിടെ ഒരു ഗ്രൂപ്പായി. ഓക്കെ, ഇനി നമുക്ക് കുറച്ചൊന്ന് ഇതിൻ്റെ കണ്ടോ ഈ ക്യാൻ വന്ന് വീഴുമ്പോൾ ഇവിടെ നമുക്കൊന്ന് കാണാൻ പറ്റണം കുറച്ചൊക്കെ. ഇനി ഈ ഗ്രൂപ്പിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ് ഞാൻ. കോപ്പി എടുത്തിട്ട് നമ്മൾ അതെല്ലാം കൂടി ഒരുമിച്ച് ഒരൊറ്റ സെറ്റാക്കാൻ പോകണം. അപ്പോൾ എഡിറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പം വരും. Ctrl+E അടിച്ചു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനകത്തുള്ള ഇമേജ് എല്ലാം കൂടി ഒരൊറ്റ സെറ്റായിട്ടങ്ങ് സെറ്റായിക്കോളും. താഴത്തെ ഗ്രൂപ്പ് ഞാൻ ഹൈഡ് ചെയ്തിടുവാണ് കേട്ടോ. ഈ ഒരു ഗ്രൂപ്പ് ഹൈഡ് ചെയ്തിട്ടുണ്ട്, കണ്ടോ? അതെല്ലാം കൂടി ഒരൊറ്റ സെറ്റായി. ഇത്തിരി ഞാൻ താത്ത് വയ്ക്കുകയാണ്, ഇത്രയും വേണ്ട, ഇത്തിരി താത്ത് വയ്ക്കുകയാണ്. ഓക്കെ, യെസ്. ഇനി നമ്മളൊരു ഐസിൻ്റെ പുറകിലൊരു സാധനം ഉണ്ടെങ്കിൽ അത് നമുക്ക് എപ്പോഴും ഈ ക്യാൻ്റെ ഇതുവഴി കാണാൻ പറ്റണമല്ലോ. ഐസ് വഴി കാണാൻ പറ്റണം പുറകിൽ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അല്ലേ? ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ എഫക്ട്സ് ഉണ്ട്. എഫക്ട്സിൽ വന്നിട്ട് ബ്ലെൻഡിങ് ഓപ്ഷനിലോട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങളിവിടെ 2 വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലെയറിൽ 2 വട്ടം ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ ഓണായി വരും. അതിനകത്ത് നിങ്ങളിവിടെ ഇതൊന്ന് സൂം ചെയ്ത് വയ്ക്കുക. ഇനി ഇതിൽ ബ്ലെൻഡ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ? ഇതിൽ ഈ താഴെ കാണുന്ന ഈ 2ാമത്തെ ബാർ കണ്ടോ? ഇതിൽ ഈ പോയിന്റിൽ ആൾട്ട് ഞെക്കി പിടിച്ച് പതുക്കെ ഇങ്ങോട്ടൊന്ന് വലിച്ചു നോക്കിയേ, കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ഞാൻ സൂം ചെയ്ത് വെച്ച് തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കണ്ടോ? ഇത് നോക്കിക്കോണം, ഇവിടെ നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പോയിന്റ് മാത്രം മാറ്റുമ്പോൾ കണ്ടോ ബാക്കിലുള്ള ഇത് തെളിഞ്ഞ് വരണ കണ്ടോ? അപ്പോൾ ശകലം, ഒരുപാട് വരണ്ട, ഒരു ശകലം കാണാൻ പറ്റണം. ശകലം കാണാൻ പറ്റിയാൽ മതി. ഓക്കെ, ഇപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ക്ലിക്ക് ചെയ്യാം. കണ്ടോ? സൂം ഔട്ട് ചെയ്യുമ്പോൾ അത് അറിയില്ല, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഇത് ചെറുതായിട്ട് കാണാൻ പറ്റും. നിങ്ങളിത് പെപ്സി ഇനി താഴോട്ടാക്കി വയ്ക്കുക, കണ്ടോ? എവിടെ കൊണ്ട് വെച്ചാലും ചെറുതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ക്രിസ്റ്റലിൻ്റെ കളർ എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല കേട്ടോ, എത്ര കണ്ടിട്ടും. ഇനി നമ്മൾ കളർ മാറ്റുന്നത് എങ്ങനെയാണ്? നമുക്ക് സിമ്പിളായിട്ട് ചെയ്താൽ മതിയെന്നേ. Ctrl+U അടിച്ചു കഴിഞ്ഞാൽ കളർ പാനൽ ഓണായി വരും. ഈ ഹ്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്ന, ഹ്യൂ സാച്ചുറേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നൊരു പാനൽ ഓണായി വരും. അതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളറൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ഇങ്ങനെ വലുതാക്കി വയ്ക്കുക, കറക്റ്റിനൊക്കെ പിടിച്ച് വയ്ക്കുക ക്യാൻവാസ്. ഓക്കെ, ഇനി നിങ്ങളിവിടെ ഈ കളർ ഐസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ ഐസിൻ്റെ കളർ മാറുന്ന കാണാം. നമുക്കൊരു ബ്ലൂ എടുക്കാം കേട്ടോ. ഓക്കെ, ഞാനിവിടെ ഒരു ബ്ലൂയിഷ് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണുമ്പോൾ അറിയാം. ഒരുപാട് അത് പിടിച്ചിട്ട് വൃത്തിയായിട്ട് തോന്നുവാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊള്ളാം. നിങ്ങളുടെ ഇതിനനുസരിച്ച് നിങ്ങൾ പിടിക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു ബ്ലൂയിഷ് എഫക്റ്റ് ഇവിടെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തു നിന്നൊരു സ്മോക്ക് എഫക്റ്റ് ഇവിടെ കൊടുക്കാം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഞെട്ടിട്ടുണ്ട്, കണ്ടോ? ഇത് നമുക്കിവിടെ വലിച്ചിടാം. ഇതാണ് ഞാനെടുത്ത സ്മോക്ക് എഫക്റ്റ്. ഇത് നമുക്ക് നമ്മുടെ ഇതിലോട്ട് കൊണ്ടുവരാം, ക്യാൻവാസിൽ കൊണ്ടുവരാം. കണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഐസ് ഇരുന്ന് പുകഞ്ഞു പോകുന്നൊരു എഫക്റ്റ് നമുക്ക് സാധാരണ കിട്ടും. അത് കൊണ്ടുവരാനാണ്. ഇതിങ്ങനെ വലിച്ച് മുകളിൽ കൊണ്ടുവന്നിട്ട് നമ്മളെന്താ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതായിരിക്കും, സ്ക്രീൻ ചെയ്യും. സ്ക്രീൻ ചെയ്യുമ്പോൾ ആ ബ്ലാക്ക് അങ്ങ് മാഞ്ഞു നോക്കോളും. കണ്ടല്ലോ? ഇതിനെ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. കുറച്ചുകൂടി ചപ്പിച്ചു കൊടുക്കണം കേട്ടോ. യെസ്, ഈ സ്മോക്ക് എഫക്റ്റ് വന്നപ്പോൾ തന്നെ സാധനം ഒരുവിധം ഒന്ന് കിണ്ണമായി തുടങ്ങി എഫക്റ്റൊക്കെ, കണ്ടോ? ഇനി ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ കൂടിപ്പോവും. അത് വേണ്ട, നമുക്ക് ഈ സൈഡ് ഒരു എഫക്റ്റ് വേണം. അതിന് ഇതിനൊന്നിങ്ങനെ തിരിച്ചെടുക്കാം. ഈ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് ഇനി കുറച്ച് സംഭവം ചെയ്യേണ്ടത്. അതിൽ നമുക്കൊരു ഗ്രേഡ് കൊടുത്ത് നോക്കാം. ഒന്ന് ഇങ്ങനെ നമ്മുടെ റെക്റ്റാങ്കിൾ മാർക്ക് ടൂൾ എടുത്തിട്ട് നമ്മൾ ഇങ്ങനൊരു സ്ക്വയർ അവിടെ വരച്ചു. എന്നിട്ട് Ctrl+Shift+N അടിച്ചു കഴിഞ്ഞാൽ പുതിയൊരു ലെയർ ക്രിയേറ്റ് ആവും. അത് ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക്
നോക്കട്ടെ. ഇവിടെ പെയിൻറ്റ് ബക്കറ്റിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഇത് കണക്ക് ഗ്രേഡിയൻറ്റ് ടൂള് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ബ്ലാക്കും നമുക്ക് വേറെ ഏതൊരു കളർ കൊടുക്കാം, ഒരു ബ്ലൂ എഫക്റ്റ് കൊടുത്താലോ. നമുക്കൊരു ബ്ലാക്കും ബ്ലൂവും കൂടെ വരുന്നത്, അതായത് ഈ പാനൽ എടുക്കുക, ഈ താഴത്തെ കളർ പാനൽ എടുത്തിട്ട് നമുക്ക് ഇതിന് ക്ലിക്ക് ചെയ്യാം. ഇതിൽ നിന്ന് തന്നെ എടുക്കാം. അതിൻ്റെ ബ്ലൂ കുറച്ച് ഡാർക്ക് ആക്കിയിട്ട് നമുക്കെടുക്കാം. അതും എടുത്ത് വൈറ്റ് മതിയോ, ബ്ലാക്ക് കൊടുക്കാം. ഫോർഗ്രൗണ്ട് കളറിൽ ബ്ലാക്കും കൊടുത്ത് ഓക്കെ കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ ഇവിടെ താഴെ വന്ന് നിന്നിട്ട് ഇങ്ങനെ വലിച്ച് ഇവിടെ താഴേന്ന് ഞെക്കി ഇങ്ങനെ കൊണ്ടുപോയിട്ട് അങ്ങ് വിട്ടു കൊടുക്കുക. ഇപ്പം കണ്ടോ, ഒരു ഗ്രേഡിയൻ്റ് ഒന്നാണ് അത്. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ കൺട്രോൾ Z അടിച്ചിട്ട് മുകളിൽ നിന്ന് താഴോട്ടാക്കി വെക്കാം നമുക്ക്. ഓക്കെ, ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇത് മതി. ഇനി ഐസിൽ കണ്ടോ, ഐസ് നമ്മൾ ഇതുമായിട്ട് ഒട്ടും മാച്ച് ആവുന്നില്ല. അതൊരു ഭയങ്കര ഒരു പോരായ്മ തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ ഐസ് മാച്ച് ആക്കാനൊരു പരിപാടിയുണ്ട്. എന്ത് ചെയ്യണം, കൺട്രോൾ L പ്രസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊരു ലെവൽസിൻ്റെ ഓപ്ഷൻ വരും. ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്. അറിയാത്തവർക്ക് തന്നെ കേട്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് പറയുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഗ്രാഫ് കണ്ടോ, ഈ ഗ്രാഫിനെ പതുക്കെ, ഈ ഒരു പോയിൻറ്റിനെ പതുക്കെ ഇങ്ങനെ ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കുക. അപ്പോൾ കണ്ടോ ഐസിൻ്റെ ഒരു ലെവൽ മാറുന്നത് കണ്ടോ. ഒരു ശക്കലം കുറച്ചതിന് ശേഷം നമ്മുടെ ഈ നടുക്കത്തെ സെൻറ്ററിലിരിക്കുന്ന ഇത് കണ്ടോ, ഈ പോയിൻ്റ് കൂടി ശക്കലം ഒന്ന് കട്ട് ചെയ്യുക. ഈ പോയിൻ്റ് ഒന്ന് ശകലം കട്ട് ചെയ്യുക. എന്നിട്ട് ലൈറ്റ് ഒരുപാട് കുറഞ്ഞു പോകണമെങ്കിൽ ഇത് തിരിച്ച് പിടിക്കാം കേട്ടോ. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടേതായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തൊക്കെ നോക്കി വേണം എല്ലാം ചെയ്യാൻ കേട്ടോ. ഞാൻ നമ്മുടെ പെപ്സിക്കൊരു ചരിവ് കൊടുത്തു കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഒരു ഏകദേശം എനിക്ക് ഇപ്പം ഒക്കെ ആയിട്ട് തോന്നുന്നു. ഇനി ഇതിൽ കുറേ പണിയുണ്ട് കേട്ടോ, ഒരുപാട് പണി ഇതിനകത്ത് ചെയ്യാനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇനിയും മാറ്റങ്ങൾ ഒരുപാട് നമുക്ക് വരുത്താനായിട്ടുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാൻ പറ്റും ചെറിയ രീതിയിലാക്കിയിട്ടെ. അതായത് കൺട്രോൾ J അടിച്ച്, ഇവിടെയല്ല, കൺട്രോൾ J അടിച്ച് ഇത് ഷെയറോട് ഒന്ന് ചെറുതാക്കിയിട്ട് ഇതിൻ്റെ ഏറ്റവും താഴെ കൊണ്ട് വയ്ക്കുക. താഴെ കൊണ്ട് വെച്ചിട്ട് ഇവിടെ ഞെക്കി പിടിച്ചിട്ട് മുകളിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് ചെറുതാക്കുക. നല്ല ചെറുതാക്കിയിട്ട് ഇനി ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ഈ ഐസ് ഉണ്ടല്ലോ, നിങ്ങളിത് എല്ലാം കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഞാൻ ചെയ്തു പോകുന്നതാണ്, നിങ്ങൾ പതുക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി ബാക്ക്ഗ്രൗണ്ടിൽ കിടക്കുന്ന ഐസിന് ഇത്രയും ഫോക്കസിൻ്റെ ആവശ്യമില്ല. അത് നമ്മൾ ഒരുമിച്ച് ഒരൊറ്റ ഫയലാക്കുവാണ്. എന്നിട്ട് അതിനൊന്ന് ജസ്റ്റ് ബ്ലറാക്കാൻ വേണ്ടിയിട്ട് ഫിൽറ്ററിൽ ബ്ലറിൽ നമ്മൾ ഗോഷൻ ബ്ലർ എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് ഐസ്, അതായത് മുകളിൽ നിന്ന് വന്ന് വീഴുന്നൊരു എഫക്റ്റാണ് സത്യത്തിൽ നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് പോകുന്നത്. ഇതൊന്ന് സേവ് ചെയ്തോട്ടെ. ഓക്കെ, ഒന്ന് സേവ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മുകളിൽ നിന്ന് ഐസ് ക്യൂബ്സ് വീഴുന്നൊരു എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ഇവിടെ നമുക്കറിയാം നമ്മളിവിടെ ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ ഒരു ഒരു കോപ്പിയുടെ എടുത്തിട്ട് ഈ മുകളിൽ കൊണ്ടിടുവാണ്. ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാതെ ഇനി ഇവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ ഇതിനെ കൊണ്ടുവരാം. എന്നിട്ട് ഇതങ്ങ് ഹൈഡ് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഐസ് ക്യൂബ്. ഇനി നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് വേണം. ഇനി കുറച്ച് ചെറുതൊക്കെ വേണം കേട്ടോ. ചെറുത് അവിടെ ഇവിടെയായിട്ടൊക്കെ വീഴുന്ന കണക്ക് സൂം ചെയ്ത് വെച്ച് നമുക്ക് ചെയ്യാം. കുറച്ചുകൂടി ചെറുതിടാം. ഒരുപാട് ടൈം എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം നല്ല അടിപൊളി സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നേ ഉള്ളൂ കേട്ടോ. ഗൈസ്, നമ്മളങ്ങനെ ഒരുവിധം പണിഞ്ഞ് ഇങ്ങനെയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും എത്ര നേരം നമ്മളിതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും നമുക്ക് ഇതിനെ
കൂടുതൽ കളർഫുള്ളാക്കി അടിപൊളിയാക്കി എടുക്കാനായിട്ട് പറ്റും. നമ്മൾ വീണ്ടും ആലോചിക്കണം എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇതിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഇതെല്ലാം നമ്മളൊന്ന് നോക്കുക. എന്നിട്ട് കുറേശ്ശെ ഇങ്ങനെ വീണ്ടും അതിനെ എഡിറ്റ് ചെയ്ത് ഇത് നമുക്ക് ബാക്കിലുള്ളത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ബ്ലറാക്കി അങ്ങനെയൊക്കെ കുറേശ്ശെ ചെയ്ത് പണിഞ്ഞെടുക്കുക. ശകലമൊക്കെ ബ്ലർ ചെയ്താൽ ഇത്തിരി എഫക്റ്റ് കൂടും. അങ്ങനെയൊക്കെ ഇങ്ങനെ പണിഞ്ഞ് എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഉണ്ടല്ലോ, ഈ പെപ്സിയുടെ ഇവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നൊരു എഫക്റ്റ് വേണം. അതിന് നമുക്കൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അതുപോലെ ഈ പെപ്സിയുടെ ഈ ഒരു ടാഗ് ലൈൻ നമുക്കവിടെ പ്ലേസ് ചെയ്യണം. ഇത് ഏകദേശം കിട്ടുന്നുണ്ട്. നമുക്കിത് ഒന്ന് കോപ്പി എടുത്ത് കൊണ്ടുപോകാം. ഇവിടെ നിന്ന് കോപ്പി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ഇതൊന്നും ചെയ്യില്ല. നമ്മുടെ എറൈസർ ടൂളിൽ പോയിട്ട് മാജിക് എറൈസർ ടൂളെടുത്ത് ഒരൊറ്റ ക്ലിക്ക് പരിപാടി കഴിഞ്ഞാണ്ടാ. ഇത്ര പരിപാടിയുള്ളൂ. ഇപ്പോൾ ഭയങ്കര സിമ്പിളാണെന്നേ ഫോട്ടോഷോപ്പൊക്കെ. നമുക്ക് എന്നിട്ട് ഈ പെപ്സിയുടെ താഴെ കൊണ്ടുവരാൻ കിട്ടേക്കാം, എന്നിട്ട് പണിയാം. ഫൈനലി നമ്മൾ ഏകദേശം അവിടെ ഇവിടെ കിടന്ന് എല്ലാമൊക്കെ പറക്കി കളഞ്ഞ് ഇങ്ങനൊരു എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഐസിൻ്റെ എണ്ണമൊക്കെ നമ്മൾ കുറച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ടാഗ് ലൈൻ, അവരുടെ ഏതെങ്കിലും ഒരു ടാഗ് ലൈൻ കൊണ്ട് ഇവിടെ ഒന്ന് വെച്ച് നോക്കാം. അതായത് ഞാൻ തപ്പിയപ്പോൾ കിട്ടിയത് ഇതാണ്. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു 2020 തൊട്ട് അവർ യൂസ് ചെയ്യുന്നൊരു ടാഗ് ലൈൻ. ഇവിടെ നിന്ന് ഞാൻ കോപ്പി ചെയ്യുന്നു, ഫോട്ടോഷോപ്പിലേക്ക് വരുന്നു, ടി പ്രസ് ചെയ്തു. ഞാൻ പെട്ടെന്ന് ടി പ്രസ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ടൂള് സെലക്ട് ആവുന്നു. അത് ഞാനിവിടെ കൊണ്ടുവന്ന് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് Ctrl+V ഞെക്കുമ്പോൾ അത് പേസ്റ്റായി. ഇനി എൻ്റർ അടിച്ചിട്ട് ഒന്നുകൂടി V സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ മൂവ് ടൂൾ സെലക്ട് ആവുന്നു. എന്നിട്ട് പതുക്കെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ വലുതാക്കുന്നു. നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റണം. ഇതിന് ആപ്റ്റാവുന്ന രീതിയിൽ ഫോണ്ട് നമുക്ക് തപ്പാം. നമ്മളെ ഉള്ള ഫോണ്ടുകൾ നോക്കാം. ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. Ctrl+Save അടിച്ചു. ഇനി ഇതാണ് നമ്മുടെ ഒരു ലുക്ക്. വേണമെങ്കിൽ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ടെക്സ്റ്റ് കുറച്ചുകൂടി ഇത് മാറ്റി വെക്കാം കേട്ടോ. ഇതിൻ്റെ താഴെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമ്മളിപ്പോൾ പെപ്സി ഇങ്ങനെ വെറുതെ അടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ അത് കൊടുക്കാം കേട്ടോ. ഓക്കെ. എന്നിട്ട് ഇത് സെൻറ്റർ ആക്കുവാണ്. ഇവിടെ ഓപ്ഷൻ ഉണ്ട്, ടെക്സ്റ്റ് സെൻറ്റർ ആക്കി ഞാൻ എൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റുവാണ് കേട്ടോ. ഫോണ്ട് ഒന്ന് ജസ്റ്റ് നോർമൽ ഫോണ്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫോണ്ട് സെലക്ട് ചെയ്തു. ഇത് കുറച്ചുകൂടി ചെറുതാക്കുകയാണ്. എന്നിട്ട് ഇവിടെ വെച്ചിട്ട് കണ്ടോ, അങ്ങനെ ഒരു സാധനം വയ്ക്കുന്നതിൻ്റെ ഉപയോഗം കണ്ടോ. നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽസ് തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്ററിന് തന്നെ നല്ലൊരു ഫീൽ കിട്ടും. ആ ഒരു ആഡിന് നല്ലൊരു ഫീൽ കിട്ടും കണ്ടോ. ദിസ് ഈസ് അവർ ഫൈനൽ ഔട്ട്പുട്ട്. ഇത്രയാണ് ഞാൻ ചെയ്തത്. ഇത്രയും മതി. നിങ്ങൾക്ക് കുറേ ടൂൾസ് പരിചയപ്പെട്ട് കാണും. നിങ്ങൾ ഫോട്ടോഷോപ്പിനെ പറ്റി ഒരു കാര്യം ചിന്തിച്ചാൽ മതി. ഇത് നമുക്കൊരു ട്യൂട്ടോറിയൽ കണ്ടതുകൊണ്ട് മാത്രം നമുക്ക് മാരുമായിട്ട് പഠിച്ച് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല ഇത്. ട്യൂട്ടോറിയൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ സംശയങ്ങൾ മാറ്റാൻ വേണ്ടി മാത്രം ട്യൂട്ടോറിയൽ കാണുക. അല്ലാതെ ഈ ട്യൂട്ടോറിയൽ കണ്ട് ഞാനിപ്പോൾ ഫോട്ടോഷോപ്പ് പഠിച്ച് വലിയൊരാളാവുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഞാനും അങ്ങനെ വിചാരിച്ചൊരു മണ്ടനായിരുന്നു ഞാനും. പക്ഷേ ട്യൂട്ടോറിയൽ കണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾക്ക് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എഡിറ്ററോ അല്ലെങ്കിൽ ഒരു ഡിസൈനറോ ഒന്നും ആവാൻ പറ്റില്ല. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, മാക്സിമം ചെയ്യുക. ഇതിപ്പോൾ ഞാൻ പറയട്ടെ, ഞാനിപ്പോൾ ഇത്രയും ഒരു സാധനങ്ങൾ ചെയ്തെടുത്തു. ഇതൊന്നും ഒരു ട്യൂട്ടോറിയലിൽ നോക്കിയിട്ട് ഞാൻ ചെയ്തതല്ല. ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ട് എനിക്ക് തോന്നിയ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇത് ഇനി ഇതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് ഒരുപാടുണ്ട്. ഇത് ഇവിടെയൊക്കെ ഇരിക്കുന്ന ഈ ഐസ് ക്യൂബ്സൊക്കെ ഇനിയും കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ചിലപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നും. അതായത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു എന്ന് നിങ്ങൾക്ക് കുറച്ച് ഐഡിയകൾ കാണും. ട്യൂട്ടോറിയലൊക്കെ ഉപയോഗിക്കേണ്ടത് എപ്പോഴും നമ്മുടെ സംശയ നിവാരണത്തിന് വേണ്ടി മാത്രം, സംശയം മാറ്റാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാവൂ. അതൊരു എഡ്യൂക്കേഷൻ ഫീൽഡാക്കി മാറ്റരുത്.
എഡ്യൂക്കേഷൻ ഫീൽഡ് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഡിസൈനിങ് ആണ്. ഇനിയും ഞാൻ സമയം ചിലവായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഇതിനേക്കാൾ ബെറ്റർ ആവും. ചിലപ്പോൾ എന്നെക്കാളും സൂപ്പറായിട്ട് നിങ്ങളിത് ചെയ്യുമായിരിക്കും. ഇനി ഇതിലൊക്കെ ഒരുപാട് എഫക്റ്റ് കൊടുക്കാനുണ്ട്. അതായത് ഈ വെള്ളം തെറിച്ച് പോകുന്നുണ്ടോ, ഇതിനകത്ത് ഈ ബോട്ടിലിൽ കൂടി കുറച്ച് ഇങ്ങനെ ഒലിച്ചിറങ്ങുന്ന രീതിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി റിയലിസ്റ്റിക് ആവും. അപ്പോൾ അതിനൊരുപാട് ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ നീണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. നമുക്ക് ഇനി ഒരു വീഡിയോയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എല്ലാവരും വല്ല സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുമ്പോൾ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, ഏത് ട്യൂട്ടോറിയൽ എൻ്റെന്നല്ല ആരുടെ ട്യൂട്ടോറിയൽസ് കണ്ടാലും നിങ്ങളുടേത് ട്യൂട്ടോറിയൽ ആയിട്ട് മാത്രം കാണുക. അതൊരു എഡ്യൂക്കേഷൻ ഫീൽഡാക്കി മാറ്റരുത്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാക്കി നിങ്ങൾ മാറ്റരുത്. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. അതാദ്യം നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് സംശയങ്ങൾ തീർക്കാനുള്ള ഒരു വഴി മാത്രമായിട്ട് യൂട്യൂബിലെ ഈ ട്യൂട്ടോറിയലൊക്കെ കാണുക. നിങ്ങൾ ചുമ്മാ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ചുമ്മാ വീട്ടിലിരിക്കുകയാണെങ്കിൽ വർക്കൊന്നുമില്ല, എഡിറ്റിംഗ് ഒന്നുമില്ല, വേറെ പരിപാടിയൊന്നും ഇല്ലെങ്കിൽ അപ്പോഴേ ഇത് കണക്ക് എന്തെങ്കിലും പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനോ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഇൻസ്റ്റയിലിട്ടോളൂ. എന്നിട്ട് നിങ്ങളുടെ ഈ കമ്പനികളെ ടാഗ് ചെയ്ത് ചുമ്മാ ഒരു റീലിട്ടോ. അങ്ങനെയൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പഠിക്കുക. പഠിച്ച് ചെയ്ത് തെളിഞ്ഞ് വരും. അങ്ങനെ പറ്റത്തുള്ളൂ ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ട്യൂട്ടോറിയൽ കണ്ട് ഇപ്പം അങ്ങ് ചെയ്ത് മറിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഞാനും അതുപോലെ ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു. ഓക്കെ, അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.